അത് അന്നാർ, അത് തീയാണ്, ലോകത്തെ മുഴുവനും വിഴുങ്ങാൻ ശക്തിയുള്ള തീയാണ്. വീണ്ടും മാലാഖമാര് ചോദിക്കുന്ന പടച്ചവനെ ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനന്നാർ, അല്ലാഹുവേ തീയേക്കാളും ശക്തിയുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടി നീ പടച്ചിട്ടുണ്ടോ പടച്ചവരെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല പറയുന്നു നഅം അൽ മാ, അതെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് വെള്ളമാണ്, വെള്ളം. വീണ്ടും മാലാഖമാര് ചോദിക്കുന്നു അല്ലാഹുവേ ഇനി വെള്ളത്തെക്കാളും ശക്തിയുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടി നിനക്കുണ്ടോ? വീണ്ടും അല്ലാഹു തആല പറയുന്നു നഅം അദ്ദീഹ്, അതെ കാറ്റാണ്, കാറ്റ്, കാറ്റുണ്ട് എന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തിയുള്ള കാറ്റ്. അപ്പോഴാണ് മാലാഖമാര് ചോദിക്കുന്നത് ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനദ്ദീഹ്, അല്ലാഹുവേ കാറ്റിനേക്കാളും ശക്തിയുള്ള ഏതെങ്കിലും ഒരു പടപ്പിനെ നീ പടച്ചിട്ടുണ്ടോ പടച്ചവരെ? അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത് നഅം ഇബ്നു ആദമു യതസദ്ദഖു ബിയബീരിഹി ഫയുഖ്ഫീഹാ അൻ ശിമാലിഹി, അതേ മാലാഖമാരെ എന്റെ അടുക്കൽ ഈ കാറ്റിനേക്കാൾ, വെള്ളത്തെക്കാൾ, തീയേക്കാൾ, പർവ്വതത്തെക്കാൾ, ഭൂമിയേക്കാൾ ഏറ്റവും വലിയ ശക്തിയുള്ള അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എന്തിനെന്നറിയുമോ? ഇബ്നു ആദമു യതസദ്ദഖു ബിയബീരിഹി, ഒരു മനുഷ്യൻ ഇതാ അവന്റെ വലത് കൈ കൊണ്ട് ഒരു സ്വതക്ക ചെയ്യുകയാ, ഒരു സാധുവിന്റെ കയ്യിലേക്ക് ഒരു സ്വതക്ക കൊടുക്കുകയാ. എങ്ങനെയാണ് കൊടുത്തത്? ജനങ്ങൾ അറിയാൻ വേണ്ടിയല്ല. നമ്മൾ സ്വതക്ക ചെയ്യുന്നെങ്കിൽ നമുക്ക് മഹല്ലിൽ വാഴ് നടക്കണമല്ലോ, നമുക്ക് സ്വതക്ക ചെയ്യാൻ. അല്ലെങ്കിൽ ബക്കറ്റ് നമ്മുടെ മുമ്പിൽ വരണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും കൈനീട്ടി നമ്മുടെ മുമ്പിലേക്ക് എത്തണമല്ലോ. എന്നാൽ അല്ലാഹു പറയുന്നത് കണ്ടോ, ഫയുഖ്ഫീഹാ അൻ ശിമാലിഹി, അവന്റെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ